എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കാട്ടക്കാമ്പാല അമ്പലത്തിലാണ്. പൂരത്തിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കാട്ടകാമ്പാല അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, ചെറക്കൽ സെൻറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെയാണ് എല്ലാ ആനവണ്ടികളും വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ആനകളെ ഇറക്കി കൊണ്ടുപോകുന്നു. ഒരുവിധ എല്ലാ കമ്മിറ്റികളുടെയും മറ്റൊരു സ്ഥലത്തും ഇങ്ങനൊരു സൗകര്യം ഇല്ല കേട്ടോ. പല അമ്പലങ്ങളുടെ പൂരത്തിന് പല പല കമ്മിറ്റികളുടെ അടുത്തായിരിക്കും ആനവണ്ടികളെ ഇറക്കിയിട്ട് അങ്ങനെ പോവുക. പല ആനകളെയും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ഒരു പൂരത്തിന് നമ്മൾ ഒരുവിധം എല്ലാ ആനകളേനെയും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആനകളേനെ ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം വണ്ടികളിങ്ങനെ വരിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ആനേനെ ഇറക്കണം, ഏത് ആനയുടെ വീഡിയോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഒരേ സമയത്ത് 2 ആനകളെ ഇറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ആനകളേനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇതിലെ എല്ലാ ആനകളുടെ പേരും ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പരിചയമുള്ള കുറച്ച് ആനകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ ആദ്യം എടുത്തത് നമ്മുടെ ചെറുപ്പളശ്ശേരി ശരണയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് എൻ്റെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ 2-3 ആനകളെ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് എവിടെ പോയിട്ട് വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പോൾ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരണയ്യപ്പൻ ആനേനെ കുറച്ച് നേരത്തെ ഇറക്കി നിർത്തിയതാണ്. ഇപ്പോൾ ആനയ്ക്ക് മറ്റേ അലങ്കാരങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു ബൈക്ക് ചെറുതായിട്ടൊന്ന് ബാലൻസ് തെറ്റി. നല്ല പാപ്പാനായിരുന്നു, ആളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ആ വണ്ടി പൊക്കാൻ വേണ്ടി സഹായിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവർ നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണോ അതോ അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്കാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആനയുടെ കൂടെ എന്തായാലും പോയില്ല. കാരണം ഈ ഒരു സെൻറ്ററിൽ എല്ലാ ആനകളും വന്നിറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇത് കഴിഞ്ഞ് അടുത്ത ആന ഉടനെ തന്നെ വരും, അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മംഗലാംകുന്ന് ശരണയ്യപ്പൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് ഒരു പാപ്പ ഉണ്ടായിരുന്നു, മണി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ തെച്ചുകോട്ട് രാമചന്ദ്രൻ്റെ പാപ്പനായിരുന്നു. അപ്പോൾ ആൾ ആനേനെ നല്ല രീതിയിൽ തല പിടിപ്പിക്കുന്നത് കല്ലുംപുറം പള്ളി പെരുന്നാളിന്. അതിൻ്റെ ഒരു വീഡിയോ ഞാനെടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് മെൻഷൻ ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇവിടെ നേരത്തെ വണ്ടിയിലുണ്ടായിരുന്ന ആനേനെ ഇപ്പോൾ നിലത്ത് ഇറക്കിയിട്ടുണ്ട്. ആനയ്ക്ക് നല്ല രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മച്ചാട് ഗംഗാധരൻ എന്നാണ് ഈ ആനയുടെ പേര്. നടുമുറി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ആനേനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ആനേനെ ഈ കമ്മിറ്റിക്കാർ നല്ല രീതിയിൽ ആഘോഷപൂർവ്വം സ്വീകരിച്ച് അവരുടെ കമ്മിറ്റി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു ആനത്തറവാടുണ്ടെങ്കിൽ അതിലൊരു ആനത്തറവാടാണ് കേട്ടോ, മച്ചാട് ഗ്രൂപ്പിൻ്റെ. അവിടെ കുറച്ച് ആനകളൊക്കെ ഉണ്ട്. എല്ലാ ആനകളുടെ പേര് എനിക്കറിയില്ല. നമ്മൾ ഏതൊരു പൂരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 2-3 ആനകൾ എന്തായാലും ആ പൂരത്തിന് വരും. മച്ചാട് ബ്രദേഴ്സ് അങ്ങനെയാണ് ആനകളതിനൊക്കെ കൊണ്ടുവരുന്നത്. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പല കൊമ്പന്മാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ ഒഴികെ. തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ ഇന്നലെ തൃശ്ശൂർ പൂരത്തിന് എത്തിയ കാരണം ഇന്ന് നമ്മുടെ കാട്ടമ്പാല് പൂരത്തിന് എത്താൻ സാധിക്കില്ല. കാരണം 2 ദിവസം അടുപ്പിച്ച് പൂരം എടുക്കുന്നതിന് ആനയ്ക്ക് ഇപ്പോഴും വിലക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആന ഇന്ന് വരാതിരിക്കുന്നത്. നമുക്കിവിടെ വേറൊരു ആന വന്നിട്ടുണ്ട്, ഊക്കൻസ് കുഞ്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഊക്കൻസ് രാജാവ് അല്ലേ, കുഞ്ചു രാജാവ് വന്നിട്ടുണ്ട്. ആനയുടെ വിശേഷം ഒന്ന് കാണാം. ഊക്കൻസ് കുഞ്ചു എന്നിട്ടുള്ള ആന ഒറ്റക്കൊമ്പനാണ്, അതെല്ലാവർക്കും അറിയാലോ. സാധാരണ നെറ്റിപ്പട്ടം കിട്ടുന്നതിനൊക്കെ മുമ്പായിട്ടാണ് ആനയ്ക്ക് വെപ്പ് കൊമ്പ് വയ്ക്കാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ ആനയ്ക്ക് ആ ഒറ്റക്കൊമ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മംഗലാംകുന്ന് അയ്യപ്പന് ഇതേപോലെ ഒറ്റക്കൊമ്പനായിരുന്നു. പക്ഷേ അത് ഒറ്റക്കൊമ്പനാണെന്ന് പറയില്ല. അതേ രീതിയിൽ ആനയുടെ പാപ്പാനായി ശശിയേട്ടൻ അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട്. ആനേനെ നമ്മൾ എപ്പോഴൊക്കെ കാണുമ്പോഴും 2 കൊമ്പായിട്ട് തന്നെ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് പല മോഡാനകൾക്കും ഇവിടെ വെപ്പ് കൊമ്പൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ പോലും സംശയിച്ചിട്ടുണ്ട് ഇത് ശരിക്കുള്ള ആനയാണോ അതോ മോഡാനയാണോ എന്നുള്ളതൊക്കെ. അവരുടെ കൊമ്പ് അഴിച്ച് വയ്ക്കാറേയില്ല. അങ്ങനെയാണ്. ഇപ്പോൾ കുഞ്ചുവിനും അങ്ങനെ ചെയ്യാമായിരുന്നു. കാരണം തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ അവർ പുറപ്പെട്ട് വരുമ്പോൾ തന്നെ ആ കൊമ്പ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഒറ്റക്കൊമ്പിലും കാണുന്നത് ഒരു ഭംഗി തന്നെയാണ്. ആ വണ്ടിയുടെ മീതെ തന്നെ എഴുതിയിട്ടുണ്ട് ഒറ്റക്കൊമ്പിനും പിള്ളേരും എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ആനനെ സ്വീകരിക്കുന്ന പരിപാടിയിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നാസ്ക് ഡോളായിട്ടോ അല്ലെങ്കിൽ തമ്പോലായിട്ടോ. അതൊക്കെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പൂരങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിരോധിച്ചതാണോ അതോ നീ സാമ്പത്തികം കുറച്ച് കൂടുതലായ കാരണം നിർത്തലാക്കിയതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ആനേനെ സ്വീകരിച്ച് വരുമ്പോൾ ഒരു വാദ്യമേളം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അഡീഷണലായിട്ട് ഇതിനൊക്കെ ആനയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗംഭീരമായിരുന്നു. പക്ഷേ അങ്ങനെ വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട് ആനേനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, കുറേ അധികം ടൈം എടുക്കും. അതേപോലെ തന്നെ ആനകൾ വന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയിലെത്താനും കുറേ സമയമെടുക്കും. കാരണം ഒന്നാമത് ഇവരേനെ ഒന്ന് അലങ്കരിക്കണം, പിന്നെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തിച്ചു കൊണ്ട് വരണ്ടേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും.
ഇനി നമ്മുടെ ചിറക്കൽ സെൻറ്ററിലെ ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കുറച്ച് ആനകൾ വരാൻ മാത്രമാണ് കുറച്ചൊരു എന്താ പറയുക ടൈം ലാഗ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി 9:30 ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ചെറപറ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആനവണ്ടി വരുന്നു, ആനേനെ ഇറക്കുന്നു, സ്വീകരണം കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഏത് ആനേനെ വീഡിയോ എടുക്കണം എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശങ്കരത്ത് പറമ്പിൽ ഗണപതി എന്ന പേരിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്ന ആന ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒന്ന് നോക്കാം നമുക്ക്. ഈ ഒരു ആനനെ ഇവിടെ ഇറക്കിയിട്ട് അങ്ങനെ വെറുതെ നടത്തിക്കൊണ്ട് പോവാണ് ഉണ്ടായത്. അധികം സ്വീകരണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്നറിയില്ല. ചിലപ്പോൾ അത് തിടമ്പാനയായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആനകളുണ്ടല്ലോ അങ്ങനെയുള്ള ആനയായിരിക്കും. എല്ലാ ആനകൾക്കും വണ്ടിയുണ്ട്, എല്ലാ ആനകളും വന്നിറങ്ങുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് തിടമ്പെടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കോലം വയ്ക്കുന്ന ആനയ്ക്ക് മാത്രമാണ് സ്വീകരണം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മച്ചാട് ആനകളെ കുറിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ രണ്ടാമതും മച്ചാടിൻ്റെ ആനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള ആനകളാണ് മച്ചാടുള്ള ആനകൾ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ആനേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും നല്ല ഭംഗിയാണ് മച്ചാട് ആനകളെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ മച്ചാട് ആനകളെ ഇനി ഇറക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു വണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ അടുത്ത ആനലോറി തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് വീഡിയോ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇതിപ്പോൾ മച്ചാട് ജയറാമെന്ന് പറഞ്ഞിട്ടുള്ള ആനയാണെന്ന് തോന്നുന്നു വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ പിന്നിലായിട്ട് വേറൊരു ആന വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ ആന വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇവിടെ മച്ചാട് ജയറാമാനയുടെ വീടെടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ മറ്റൊരു ആനനെ കൊണ്ടുപോകുന്നത്. കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഈ ആനയുടെ പേര് മുകുന്ദൻ എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. നല്ലൊരു ആനയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ പാമ്പാടി രാജനാനേനെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പാമ്പാടി രാജനെയാണോ നമ്മുടെ മച്ചാട് ആനേനെയാണോ ആദ്യം ഇറക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ആദ്യം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ഞാനിവിടെ പാമ്പാടിയുടെ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും അവിടുത്തെ മച്ചാട് ആനേനെ വണ്ടിയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. ഇതിങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. വരിക്ക് ഇങ്ങനെ വണ്ടികൾ വന്ന് നിൽക്കും, ഓരോ ആനകളെ തന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇറക്കുകയും ചെയ്യും. എന്തായാലും ഇറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല ഭംഗിയിൽ ആന നിൽക്കുന്ന ആനയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. പക്ഷേ ആന ഇറങ്ങുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടാറില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടി വരാനുണ്ട്, നമ്മുടെ പുതുപ്പള്ളി കേശവനാന. പുതുപ്പള്ളി ആനയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. ഓൾറെഡി പാമ്പാടി രാജ വന്നപ്പോൾ തന്നെ കുറച്ച് ബഹളങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാമ്പാടി രാജനെയും പുതുപ്പള്ളി കേശവനെയും ഒരുമിച്ച് നിർത്തിയിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. അത് ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ മച്ചാട് ആനേനെ അലങ്കരിച്ച് തുടങ്ങുകയാണ്. ആനയ്ക്ക് കെട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആനേനെ അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനേനെ മെല്ലെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്വീകരിച്ച് കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ കൊണ്ടുപോകും. ഇതിൻ്റെ ഇടയിൽ ഇവിടെ പുതുപ്പള്ളി കേശവനാന വന്നിട്ടുണ്ട്. പുതുപ്പള്ളി കേശവനാന പിന്നെ പാമ്പാടി രാജന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും കൂടി നിർത്തിയിട്ട് ഒരു തലപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അതുണ്ടാവുക. ആദ്യം തന്നെ ഇവിടെ പുതുപ്പള്ളി കേശവനെയും പാമ്പാടി രാജനെയും വണ്ടിയിൽ നിന്ന് ഇറക്കണം. അപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ ഏത് ആനേനെയാണ് ആദ്യം ഇറക്കുക എന്നുള്ളതാണ്. കാരണം രണ്ട് ആനേനെയും ഒരേ സമയത്ത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് തന്നെയാണ് ആനകളൊക്കെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഏത് ആനയാണ് ആദ്യം ഇറങ്ങണം എന്നുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ മീനാടൻ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയിൽ വേറൊരു ആന വന്ന് നിൽക്കുന്നുണ്ട്. മീനാട് വിനായകനല്ല, മീനാട് കേശവനാണെന്ന് തോന്നുന്നു. ഇവിടെ പാമ്പാടി രാജൻ ആനനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാമ്പാടി രാജൻ പിന്നോട്ടാണ് ഇറങ്ങുന്നത്. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് പാമ്പാടി രാജനെ. ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ഒരു പൂരം കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനേനെ നീരിൽ കെട്ടാൻ പോവുകയാണെന്നുള്ളത്. ശരിയാണോ എന്തോ അറിയില്ല. എന്തായാലും നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു നീരിൽ കെട്ടാൻ പോവുകയാണെങ്കിൽ. പാമ്പാടി രാജൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം വിട്ടുപോയി. പുതുപ്പള്ളി കേശവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് പുതുപ്പള്ളി കേശവൻ്റെ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു, ആന ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ വിട്ടുപോയതാണ്. രാജൻ്റെ ചന്തം കണ്ട് അങ്ങോട്ട് മറന്നുപോയി. അത് തന്നെ, അല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും ഞാൻ പാമ്പാടി രാജൻ്റെ വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നത് നേരെ നിൽക്കുന്ന പുതുപ്പള്ളി കേശവനെയാണ്. പിന്നെ ഇനി അവർ കുറച്ച് നേരെ അങ്ങോട്ട് നടത്തിച്ചിട്ട് രണ്ട് ആനേനെ ഒരുമിച്ച് നിർത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പിള്ളേരെല്ലാവരും ബഹളം വെച്ചിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നേരത്തെ ഇവിടെ വെയിലിന് ചൂടൊക്കെ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോണും ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് വീഡിയോ സ്റ്റോപ്പ് ആവണമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫോണിന് അങ്ങനൊരു സംഭവമുണ്ട്. പുതുപ്പള്ളി കേശവനെ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ. വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ആനയുടെ ആ ലോക്കറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കെട്ടിവെക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആനയ്ക്ക് നല്ലൊരു സ്വീകരണമൊക്കെ കൊടുത്ത് ആനേനെ ആനയിച്ചു കൊണ്ട് വരുന്നത്. നമുക്കതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കാണാം.
ആനകൾ ഇവിടെ ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ തന്നെ മീനാടൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അന്ന് ആന ഇറങ്ങിയോ എന്നുള്ളത് അറിയില്ല കേട്ടോ.
ബോർഡ് വേണ്ടേ? ബോർഡ് ബോർഡ് മറ്റേതോടെ പോ എവിടെയാണ് എവിടെയില്ല സിനിമ കണ്ടാൾക്കാരെ കെട്ടിയില്ലേ കെട്ടിയില്ലേ
അത് പോരണ്ട. ഇവിടെ എങ്ങടെ തിരിയണാ? ഇവിടെ പൊട്ടിക്കലേ പറഞ്ഞ അവിടത്തെ പൊട്ടിക്കാൻ
അതിങ്ങടാണ് വണ്ടി അല്ലേ അത് പറ്റായിരുന്നോ
അത് കൊടുക്കണം. അത് പിടിക്കോ ആരടാ